നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററാണ് കാറ്റിൻ്റെ ഉറവിടം തേടി. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ. അത് ഫസ്റ്റ് കാറ്റിൻ്റെ ഉറവിടം എന്ന് ഉദ്ദേശിക്കുന്ന കാറ്റിൻ്റെ ദിശയും കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള അതിൻ്റെ ഉറവിടമൊക്കെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ്. എന്നാൽ ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ്. 1497 ജൂലൈ 8-നാണ് വാസ്കോ ഡ ഗാമ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ആ വർഷവും ഡേറ്റും ഓർത്തിരിക്കാം. 1497 ജൂലൈ 8-ആണ്. പിന്നീട് ലിസ്ബൺ ആ തുറമുഖത്തിൻ്റെ പേര് ലിസ്ബൺ എന്നാണ്. അതിൽ എത്ര പേരുണ്ടായിരുന്നു? 170 പേരുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ദെൻ അങ്ങനെ അദ്ദേഹത്തെ സഹായിച്ച കാറ്റുകൾ ഏതാണെന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് മുൻഗാമിയായിട്ടുള്ള ബർത്തലോമിയോ ഡയസ് കണ്ടെത്തിയ കാറ്റുകളാണ്. ഈ കാറ്റുകൾ ഏതാണെന്നൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അദ്ദേഹം പുറപ്പെട്ട തുറമുഖം, ആ സമയം, ഡേറ്റ്, ഇതെല്ലാം ഓർത്തിരിക്കണം. ദെൻ അദ്ദേഹത്തെ സഹായിച്ച ആര് കണ്ടെത്തിയ കാറ്റാണ്? അദ്ദേഹത്തിന് മുൻഗാമി ബർത്തലോമിയോ ഡയസ് കണ്ടെത്തിയ കാറ്റുകളാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് എന്നാണ് കോഴിക്കോട് എത്തിയത്? 1498 മെയ് 20-നാണ് കോഴിക്കോട് എത്തുന്നത്. മെയ് 20-ന്. അപ്പോൾ അന്ന് സഹായിച്ച കാറ്റുകൾ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് കേട്ടോ. ഇനി അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ നമുക്ക് പഠിക്കാം. എന്താണ് അന്തരീക്ഷ മർദ്ദം? നമ്മൾ അതിന് മുമ്പ് മനസ്സിലാക്കാം. ഒരു മർദ്ദം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സർഫസിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മർദ്ദം എന്ന് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. ഒരു ഏരിയയിൽ, ഒരു യൂണിറ്റ് ഏരിയയിൽ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ F/A, ഇതൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. പ്രഷർ എന്ന് പറയുന്നത്, മർദ്ദം എന്ന് പറയുന്നത് F/A ആണ്, അല്ലെ? ഒരു ഏരിയയിലുള്ള ഫോഴ്സാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ മർദ്ദം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള വായു എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തിൽ തന്നെയുള്ള ചില ഒരു സർഫസ് ഏരിയയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് മർദ്ദമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ മർദ്ദമാണ് അന്തരീക്ഷ മർദ്ദം എന്ന രൂപയുടെ നമുക്ക് രസബാരോമീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അളന്നെടുക്കുന്നത്. അപ്പോൾ ഭൗമോപരിതലത്തിൽ ചെലുത്തപ്പെടുന്ന മർദ്ദത്തിൻ്റെ അളവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചതുരശ്ര സെൻറ്റിമീറ്ററിന് എത്രയാണ്? 1034 മില്ലിഗ്രാം എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ഒരു ചതുരശ്ര സെൻറ്റിമീറ്ററിൽ 1034 മില്ലിഗ്രാം എന്ന തോതിൽ മർദ്ദം അന്തരീക്ഷം വായു ചെലുത്തുന്നുണ്ട്. ഇത് കാണാൻ നമ്മൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രസബാരോമീറ്ററാണ്, മെർക്കുറി ബാരോമീറ്റർ. ഇതിൻ്റെ യൂണിറ്റുകൾ നമുക്ക് മില്ലി ബാറിൽ പറയാം, പിന്നെ ഹെക്ടോ പാസ്കലിലും പറയാം. കാരണം ഈ മർദ്ദം കണ്ടെത്തിയത് പാസ്കലാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടെ ബഹുമാന സൂചകമായിട്ടാണ് ഹെക്ടോ പാസ്കൽ എന്നുള്ള ഈ യൂണിറ്റും കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 യൂണിറ്റുകൾ, ഏകകം എന്ന് പറഞ്ഞാൽ യൂണിറ്റുകൾ ആണ്. ഇതൊന്ന് മില്ലി ബാറും ഹെക്ടോ പാസ്കലും. ഇത് അന്തരീക്ഷ മർദ്ദം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് രസബാരോമീറ്റർ ആണ്. അന്തരീക്ഷ മർദ്ദം എങ്ങനെയാണ്? ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ, അതായത് ഒരു ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന രീതിയിലാണ് അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്നത്. ഇനി എത്രത്തോളം ഒരു രസബാരോമീറ്ററിൽ അതിലെ രസം, അതായത് മെർക്കുറിയുടെ അളവ് എന്ന് പറഞ്ഞാൽ 76 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നു. ആ സമയത്തുള്ള മർദ്ദം 1013.2 മില്ലി ബാർ ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ഹെക്ടോ പാസ്കൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഉയരവും മർദ്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ നമുക്കറിയാം അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം. അപ്പോൾ നമുക്കൊരു അന്തരീക്ഷം ഭൗമോപരിതലം എന്ന് തുടങ്ങുന്നത് എവിടെ മുതലാണ്? നമ്മുടെ സമുദ്ര ജലനിരപ്പ് മുതൽ, അല്ലേ? സമുദ്ര നിരപ്പ് മുതൽ നമുക്ക് അന്തരീക്ഷത്തിൻ്റെ ഒരു ഭാഗം തുടങ്ങാം. അപ്പോൾ അവിടെ മുതൽ മുകളിലോട്ട് പോകുന്തോറും അന്തരീക്ഷം തന്നെയാണ്. പിന്നെ ഒരു ഭാഗം ടോപ്പോസ്ഫിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്തരീക്ഷത്തിൽ
കഴിഞ്ഞിട്ട് ശൂന്യമായിട്ട് വരുന്നുണ്ട്. അപ്പം എന്താണ്, ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരും. മുകളിലോട്ട് പോകുന്തോറും, അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ തോത് എന്ന് പറയുന്നത്? 10 മീറ്റർ ഉയരത്തിൽ 1 മില്ലിബാർ എന്ന രീതിയിലാണ് മർദ്ദം കുറയുന്നത് കേട്ടോ. 10 മീറ്ററിന് 1 മില്ലിബാർ എന്ന രീതിയിലാണ് മർദ്ദം കുറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മുകളിലോട്ട് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മർദ്ദം കൂടുകയും നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, പ്രവാഹം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്നും രക്തം പുറത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഉയരത്തിലോട്ട് പോകുന്തോറും ഓക്സിജന്റെ അളവിലും വ്യത്യാസം വരും. അതുകൊണ്ടാണ് പർവ്വതാരോഹകരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ സിലിണ്ടറൊക്കെ കൊണ്ടുപോകുന്നതും. ഇതിൽ അതിൻ്റെ കുറച്ച് വിശദീകരണങ്ങളായിട്ട് നൽകിയിട്ടുള്ളത്, പൊന്മുടി, മൂന്നാർ, ഊട്ടി, ബ്രഹ്മഗിരി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പോകുന്ന ചെവി അടയുന്നു. അതായത് ഉയരത്തിലോട്ട് പോകുന്തോറും മർദ്ദത്തിന്റെ കുറവ് കാരണം എന്ത് ചെയ്യുന്നു, നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. പുറത്ത് മർദ്ദം കുറച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് മർദ്ദം കൂടുകയും ചെയ്യുന്നുള്ള പ്രശ്നം എന്താണ്, മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് പ്രവാഹത്തിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഉയരവും അന്തരീക്ഷ മർദ്ദം വിപരീത അനുപാതത്തിലാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഉയരം മാത്രമല്ല, താപം, മർദ്ദവും വായുമർദ്ദത്തെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. ഇനി നമുക്കറിയാം, ഏത് വസ്തുവിലും ചൂടേൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടുത്തെ വായു വികസിക്കും അല്ലെ. ഇങ്ങനെ അന്തരീക്ഷത്തില് ചൂട് കൂടും തോറും അന്തരീക്ഷത്തിലെ വായുവിന്റെ വികസനം നടന്നിട്ട് സാന്ദ്രത കുറയുകയും ആ വായു എങ്ങോട്ട് പോകുന്നുണ്ട്, മുകളിലോട്ട് ഉയർന്നു പോകും. ഇങ്ങനെ വായു ഉയർന്നു പോയാൽ അവിടെയുള്ള വായുവിന്റെ മർദ്ദം കുറയും. അങ്ങനെ ആകുമ്പോൾ ഉയരത്തിലെത്തുന്ന വായു പിന്നീട് വശങ്ങളിലേക്ക് നീങ്ങി തണുത്ത് പിന്നീട് അതിന് സാന്ദ്രത കൂടിയാൽ അത് താഴോട്ട് വരുന്നു. അപ്പോൾ വീണ്ടും മർദ്ദം കൂടുന്നു. അപ്പോൾ താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുകയും താപം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, താപം കൂടുമ്പോൾ വായു വികസിക്കും. വായു വികസിച്ചു കഴിഞ്ഞാൽ സാന്ദ്രത കുറയുന്നു. അങ്ങനെ അത് ഉയരങ്ങളിലോട്ട് പോകുന്നു. അപ്പോൾ താപത്തിന്റെ വായു ഉയർന്നു പൊങ്ങിയാൽ പിന്നെ അവിടെ മർദ്ദം കുറവായിരിക്കും. അപ്പോൾ താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുകയാണ്, താപം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉയരത്തിന്റെ കേസിൽ മാത്രമല്ല, താപം കൂടിയാലും അന്തരീക്ഷ മർദ്ദം കുറയുന്നുണ്ട്. ഇനി 2 സാഹചര്യങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന് പകലും മറ്റൊന്ന് രാത്രിയിലും. പകൽ സമയത്ത് സൂര്യന്റെ സാന്നിധ്യത്തിൽ നല്ല ചൂടുണ്ടാവും, അപ്പോൾ മർദ്ദം കുറവായിരിക്കും. മറ്റൊന്ന് രാത്രി സമയം ചൂട് കുറവാണ്, മർദ്ദം കൂടുതലായിരിക്കും. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും. ആർദ്രത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ ഒരു അളവിനെയാണ് ആർദ്രത. നമുക്ക് അറിയാം, ചില സമയത്ത് അന്തരീക്ഷത്തിൽ ജലബാഷ്പം ഇങ്ങനെ തങ്ങി നിൽക്കും. നമുക്ക് ചെടികളിലൊക്കെ അത് കാണാൻ കഴിയും അല്ലെ. രാവിലെ എണീക്കുമ്പോൾ ചെടികളുടെ ഇലകളുടെ തുമ്പിലൊക്കെ ചെറിയ ചെറിയ തുഷാരം പോലെ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ആർദ്രത പല രീതിയിലും ആർദ്രത നമുക്ക് അനുഭവപ്പെടാം, മഞ്ഞിന്റെ രൂപത്തിലൊക്കെ കാണാറുണ്ട്. അപ്പൊ നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അതുകൊണ്ട് തന്നെ ജലം ബാഷ്പമാകാതെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നത്. അന്തരീക്ഷത്തിലോട്ട് ഉയർന്നു പോകുന്നു നീരാവി. അതായത് നമ്മുടെ ജലാശയങ്ങളിലൊക്കെയുള്ള വെള്ളം എന്ത് ചെയ്യുന്നു, ചൂടേൽക്കുമ്പോൾ ജലബാഷ്പമായിട്ട് നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അതെന്ത് ചെയ്യുന്നു, തണുക്കുമ്പോൾ ആർദ്രതയായിട്ട് രൂപം കൊള്ളുന്നു, അവിടെ തങ്ങി നിൽക്കുന്നു. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ അവിടെ മർദ്ദം കുറവായിരിക്കും. അപ്പോൾ നീരാവിയുടെ അളവ് കൂടുകയാണെങ്കിൽ അവിടെയും മർദ്ദം കുറവായിരിക്കും. അപ്പോൾ ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും അതുപോലെ തന്നെ എന്താണ്, വിപരീത അനുപാതത്തിലാണ് പറയാം. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നുണ്ട്, താപം കൂടുമ്പോഴും കുറയുന്നുണ്ട്, ആർദ്രത കൂടുമ്പോഴും അന്തരീക്ഷ മർദ്ദം കുറയുന്നുണ്ട്. അത് മനസ്സിലായി. ഇനി
ഭൂപ്രദേശത്തിൻ്റെ ഉയരം, അതിൻ്റെ സാന്ദ്രത, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് കാറ്റിൻ്റെ രൂപീകരണം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളിലൊക്കെ ന്യൂനമർദ്ദം, ഉന്നമർദ്ദം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനു മുമ്പ് സമതാപ രേഖകൾ എന്താന്ന് നോക്കാം. സമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ്, ഒരേ ചൂടുള്ള പ്രദേശങ്ങളെ തമ്മിൽ കാണിക്കാൻ വരയ്ക്കുന്ന ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖകളാണ് സമതാപ രേഖ. അതേപോലെ തന്നെ ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള ഭാഗങ്ങളെ തമ്മിൽ എന്താണ് കാണിക്കാൻ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്ത്, സമമർദ്ദ രേഖ, ഐസോബാർസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരേ അന്തരീക്ഷ മർദ്ദം ഉള്ള ഭാഗങ്ങളെ കാണിക്കാനുള്ളതാണ് എന്ത്, സമമർദ്ദ രേഖ. സമമർദ്ദ രേഖ നിരീക്ഷിച്ചാൽ എന്ത് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് സമമർദ്ദ രേഖ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏതെല്ലാം ഭാഗത്തും മർദ്ദം ഒരുപോലെ ഉണ്ട്, എവിടെയെങ്കിലും കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ. കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ടാണല്ലോ എന്തുകൊണ്ട് കാറ്റ് രൂപം കൊള്ളുന്നത് അല്ലേ, കാറ്റ് വീശുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. രണ്ടിലും ഒരു പ്രദേശ അന്തരീക്ഷ വിതരണമാണ്, അതായത് സമമർദ്ദ മേഖലകളുടെ രൂപമാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആഗോള മർദ്ദ മേഖലകളാണ്. ഇനി ആഗോള മർദ്ദ മേഖലകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതില് നമുക്ക് ഈ ചിത്രം നോക്കിയാൽ കാണാൻ കഴിയും, ഭൂമധ്യരേഖയിൽ അതായത് 0 ഡിഗ്രി അക്ഷാംശത്തിൽ എന്തുണ്ട്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അക്ഷാംശങ്ങൾ, ചില അക്ഷാംശങ്ങൾക്കിടയിൽ മർദ്ദം ഒരേപോലെയാണെന്ന് പറയുന്നു. അതായത് ഒരേ അക്ഷാംശത്തിൽ ഒരേപോലെയാണ് മർദ്ദം കാണപ്പെടുന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖയിലുടനീളം എന്താണ്, ന്യൂനമർദ്ദ മേഖലയാണെന്ന് ഈ ചിത്രം നോക്കി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇതിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ മർദ്ദം കുറഞ്ഞ മേഖലയാണ് മധ്യരേഖ. അത് കഴിഞ്ഞിട്ട് വരുന്ന 30 ഡിഗ്രി അക്ഷാംശത്തിൽ രണ്ട് സൈഡിലും, പിന്നെ ദക്ഷിണാർദ്ധഗോളത്തിലും ഉത്തരാർദ്ധഗോളത്തിലും 30 ഡിഗ്രി അക്ഷാംശത്തിൽ എങ്ങനെയാണ്, ഉച്ചമർദ്ദ മേഖലയാണ്. വീണ്ടും ധ്രുവത്തിന് തൊട്ടടുത്തെത്തും ഉപദ്രവീയ മേഖലയിൽ ന്യൂനമർദ്ദം വരുന്നുണ്ട്, എന്നാലോ ധ്രുവ ഭാഗത്ത് ഉച്ചമർദ്ദ മേഖലയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം എങ്ങനെയാണ്. ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം നന്നായിട്ട് പതിക്കുന്ന മേഖലയാണ്. ഏറ്റവും ലംബമായിട്ട് തന്നെയാണ് അവിടെ സൂര്യപ്രകാശം ലഭിക്കുന്നത്. സൂര്യരശ്മികൾ ലംബമായിട്ട് ഒരു പതിക്കുന്ന മേഖലയാണ് എന്ത് പറയുന്നത്, ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ചൂടേറ്റിട്ട് അവിടെയുള്ള വായു വികസിക്കുന്നു, ദെൻ വൻതോതിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വായു ഇങ്ങനെ മുകളിലോട്ട് ഉയരുന്ന ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ആ ഭാഗത്തുള്ള മർദ്ദം കുറയുന്നു. അങ്ങനെ ന്യൂനമർദ്ദ മേഖലയായിട്ട് മാറുന്നുണ്ട്. അതായത് ഭൂമധ്യരേഖയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായിട്ട് ലഭിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചൂട് കൂടുകയും വായു വികസിച്ച് ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് മർദ്ദം കുറഞ്ഞ ന്യൂനമർദ്ദ മേഖലയായിട്ട് രൂപം കൊള്ളുന്നു. ഇനി അതിനുശേഷം മധ്യരേഖയ്ക്ക് തെക്ക് ഭാഗത്ത് 5 ഡിഗ്രിയും അതേപോലെ വടക്ക് 5 ഡിഗ്രി വരെയുള്ള ഈ അക്ഷാംശമാണ് എന്ത് പറയുന്നത്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അതായത് ഭൂമധ്യരേഖയുടെ രണ്ട് സൈഡിലും ഉത്തരഭാഗത്തും ദക്ഷിണഭാഗത്തും 5 ഡിഗ്രി അക്ഷാംശം വരെയുള്ള ഒരു ഭാഗമാണ് ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് എന്താണ്, കാറ്റുകൾ തീരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നിർവാത മേഖല എന്ന് പറയുന്നുണ്ട്. 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്കുമാണ് ആ ഒരു അക്ഷാംശങ്ങൾക്കിടയിലുള്ള ഭാഗമാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഇവിടെ കാറ്റുകൾ കുറവായതുകൊണ്ട് നമുക്ക് ഇതിനെ നിർവാത മേഖല എന്ന് വിളിക്കാം. ഇനി
നിർവാത മേഖല ആയതുകൊണ്ട് തന്നെ എന്തില്ല, പായ്ക്കപ്പലുകളുടെയൊക്കെ സഞ്ചാരം ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് നോക്കാം. അതായത് ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്നും ഉയരുന്ന വായു ക്രമേണ തണുത്ത് ഈ ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖല എത്തുമ്പോഴേക്കും താഴുന്നുണ്ട്. ഭൂമധ്യരേഖ പ്രദേശത്ത് നമ്മൾ പറഞ്ഞു ചൂട് കൂടിയിട്ട് വായു വികസിച്ച് ഉയരത്തിലെത്തി. എന്നാൽ ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായിട്ട് ആ വായു തണുത്ത് പതുക്കെ ഏത് ഭാഗത്തോട്ട് മാറുന്നു, ഉപോഷ്ണ മേഖലയുടെ ഭാഗത്തേക്ക്, രണ്ട് സൈഡിലും ഉപോഷ്ണ മേഖലയിലോട്ട് മാറുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് എന്തായി മാറുന്നു, അത് തണുത്തിട്ട് താഴേക്ക് താഴുകയും അവിടെ പിന്നീട് ആ ഉപോഷ്ണ മേഖലയിലെ മർദ്ദം കൂടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖലയായിട്ട് മാറുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഉപദ്രവീയ മേഖല. ധ്രുവത്തിനോട് ഏറെ അടുത്താണ്, എന്നാൽ ഇവിടെ തണുപ്പ് കൂടുതലായിരിക്കും. ധ്രുവത്തിനോട് അടുത്തായതുകൊണ്ട് തന്നെ തണുപ്പ് കൂടുതലാണ്. സൂര്യരശ്മികൾ ചരിഞ്ഞായിരിക്കും പതിക്കുന്നത്. അങ്ങനെ തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭ്രമണം മൂലം എന്ത് ചെയ്യുന്നു, ഈ വായു ശക്തമായി ചുഴറ്റി എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ ഭ്രമണം മൂലം ശക്തമായി ചുഴറ്റിയിട്ട് ഏത് ഭാഗം എന്താകുന്നു, ഉയർന്നു പൊങ്ങിയിട്ട് അവിടെ ന്യൂനമർദ്ദമാണ് രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയായിട്ട് മാറുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ധ്രുവീയ മേഖലയിൽ നമുക്കറിയാം തണുപ്പ് ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതികഠിനമായിട്ടുള്ള തണുപ്പായതുകൊണ്ട് വായു വളരെ തണുത്ത് ആയിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് മർദ്ദവും കൂടുതലായിരിക്കും. അങ്ങനെയായി ഈ ഭാഗം ഉച്ചമർദ്ദ മേഖലയായിട്ട് കാണുന്നു. ഇനി മർദ്ദമേഖലകൾ ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മർദ്ദമേഖലകൾക്ക് സൂര്യന്റെ അയനത്തിനനുസൃതമായിട്ട് ചെറിയ സ്ഥാനമാറ്റം വരാറുണ്ട്. ഉത്തരായന രേഖത്ത് മർദ്ദമേഖലകൾ വടക്കോട്ടും ദക്ഷിണായനകാലത്ത് അത് തെക്കോട്ടും മാറുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉത്തരായന കാലം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരായനം മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ളൊരു സമയം അല്ലേ? സെപ്റ്റംബർ അല്ല, മാർച്ച് 21 മുതൽ ഡിസംബർ 22 വരെയുള്ള സമയമാണ് ഉത്തരായനം. ദക്ഷിണായനം എന്ന് പറയുന്നത് നേരെ തിരിച്ചു. ഇനി അന്തരീക്ഷ മർദ്ദവും കാറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളൊക്കെ കാറ്റുകൾ രൂപം കൊള്ളും നമുക്കറിയാം. അതായത് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തോട്ടുള്ള, അതായത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ് കാറ്റുകൾ. സസ്യങ്ങളുടെ ഇലകൾ ഇളകുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഈ കാറ്റുകളെ അറിയുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ കാറ്റുകൾ എങ്ങനെയായാലും എന്താണ്, മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് ഒഴുകുകയാണ്. ഒഴുകുന്ന വായുവിനെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ വളരെ ഉന്നത ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും പെട്ടെന്ന് കാറ്റ് ഒഴുകുമ്പോഴാണ് അത് കൊടുങ്കാറ്റായിട്ട് രൂപം കൊള്ളുന്നത്. നമ്മൾ ഒരുപാട് കൊടുങ്കാറ്റുകൾ അടുത്തിടെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇനി തെക്കൻ കാറ്റ്, അതായത് തെക്ക് ദിശയിൽ വീശുന്ന കാറ്റുണ്ട്. അതായത് ഉത്ഭവിക്കുന്ന പ്രദേശത്തിൻ്റെ പേര് വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? ആ ദിശ വെച്ചിട്ടാണ് നമ്മൾ തെക്കൻ കാറ്റ് എന്ന് പേര് നൽകിയിട്ടുള്ളത്. അതുപോലെ കടൽക്കാറ്റും കരക്കാറ്റും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ കാറ്റിൻ്റെ വേഗവും ദിശയും ഇത് പൊതുവായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. കാറ്റിൻ്റെ വേഗവും ദിശയും ആശ്രയിക്കുന്ന ഘടകങ്ങളെ ശേഷം മർദ്ദ ചരിവ്, കോറിയോലിസിസ് പ്രഭാവം, ഘർഷണം. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മർദ്ദ ചരിവ് എന്താണെന്ന് നോക്കാം. ഭൗമോപരിതലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന ഈ മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദച്ചരിവ് എന്ന് വിളിക്കുന്നത്. അതായത് തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനം മുകളിലും താഴെയായിട്ടുള്ള വ്യതിയാനമല്ല, തിരശ്ചീനമായിട്ട്, അതായത് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് അവിടെ ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്ന ആ വ്യതിയാനമാണ് മർദ്ദ ചരിവ്.
തിരശ്ചീനമായിട്ട് അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനമാണ്. അപ്പോൾ മർദ്ദവ്യത്യാസം കൂടുതലാണെങ്കിൽ അവിടെ മർദ്ദച്ചരിവ് കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ കാറ്റിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. ഇത്തരം പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗത കൂടും. അതായത് ഉച്ചമർദ്ദ മേഖലയും ന്യൂനമർദ്ദ മേഖലയും തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാകുകയാണെങ്കിൽ കാറ്റിൻ്റെ വേഗത കൂടും. നേരത്തെ പറഞ്ഞു, സാധാരണ ചെറിയ ഒരു മർദ്ദ വ്യത്യാസമാണെങ്കിൽ വളരെ സ്പീഡ് കുറഞ്ഞിട്ടുള്ള ഒരു കാറ്റായിരിക്കും രൂപപ്പെടുന്നത്, സാധാരണ ഇളം കാറ്റ് പോലെ. എന്നാൽ ഉച്ചമർദ്ദ മേഖല രൂപം കൊള്ളുന്നു, ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളുന്നു ഒക്കെ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. അതുപോലെ അതായത് ഉച്ചമർദ്ദ മേഖല വളരെ കൂടിയ ഒരു മർദ്ദം രൂപം കൊള്ളണം. അതായത് മർദ്ദ വ്യത്യാസം വളരെ കൂടുതലാണെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് വായുവിൻ്റെ ഒഴുക്ക് വരും. അതാണ് കൊടുങ്കാറ്റായിട്ട് രൂപം കൊള്ളുന്നത്. ആ കാറ്റിന് വേഗത കൂടുതലായിരിക്കും, നമുക്കറിയാലോ. കാറ്റിൻ്റെ ദിശ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള കാറ്റിൻ്റെ ഒഴുക്കാണ് കാണിക്കുന്നത്. ഇനി കോറിയോലിസിസ് പ്രഭാവം എന്താണെന്ന് നോക്കാം. ഭൗമോപരിതലത്തിൽ സ്വന്തമായി ചലിക്കുന്ന വസ്തുക്കൾ ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഭൗമോപരിതലത്തിൽ ചലിക്കുന്ന വസ്തുക്കൾ, കാറ്റ് ചലിക്കുന്ന വസ്തുവാണ് അല്ലേ. അപ്പോൾ ഈ ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയുടെ ഭ്രമണം നിമിത്തം ദിശ മാറും. അതായത് ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ അവയുടെ ദിശ വലത്തോട്ട് മാറും, ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഇടത്തോട്ട് മാറും. ഭൗമോപരിതലത്തിലുള്ള ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയുടെ ഭ്രമണം നിമിത്തം ഉണ്ടാകുന്ന ദിശയിലുള്ള മാറ്റമാണ് കോറിയോലിസിസ് ബലം എന്ന് പറയുന്നത്. അത് അപ്പോൾ ഈ വ്യതിയാനത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അഡ്മിറൽ ഫെറർ എന്ന ശാസ്ത്രജ്ഞൻ. അതായത് ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ച് എന്തുണ്ടാകുന്നു, കാറ്റിന്റെ ദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു എന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നിയമം നമുക്ക് ഫെറർ നിയമം എന്നാണ് പറയുന്നത്. ഫെറർ നിയമം എന്ന് പറഞ്ഞു. മർദ്ദ വ്യതിയാനത്തിന് കാരണം അത് രണ്ടാമത്തെയാണ് കോറിയോലിസിസ് പ്രഭാവം. ഇനി അടുത്തത് ഘർഷണമാണ്. അതായത് സമുദ്ര ഉപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവയിലൊക്കെ ഘർഷണം കുറവായതിനാൽ കാറ്റിന്റെ വേഗം കൂടും. എന്നാൽ ദുർഘടമായ പ്രകൃതിയിലൂടെ കാറ്റ് സഞ്ചരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സം വരാം. അതുപോലെ മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെയൊക്കെ അപ്പോൾ അതിന്റെ വേഗത കുറവായിരിക്കും. ഇനി മർദ്ദ മേഖലകളും കാറ്റുകളും തമ്മിലുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. മർദ്ദ മേഖലകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് മധ്യരേഖ ഉച്ചമർദ്ദ മേഖലയും, പിന്നെ എന്താ ഉപോഷ്ണ ന്യൂനമർദ്ദ മേഖല, പിന്നെ ഉപധ്രുവീയ ഉച്ചമർദ്ദ മേഖല, പിന്നീട് ധ്രുവീയ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ദെൻ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇങ്ങനെ 4 മേഖലകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ഈ മർദ്ദ വ്യത്യാസങ്ങളെല്ലാം എന്തുണ്ടാവും, കാറ്റ് രൂപം കൊള്ളുന്ന കാരണമാകും. ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന ഭാഗങ്ങളിൽ നിന്നും എന്തുണ്ടാവും, ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലകളിലേക്ക് കാറ്റ് വീശുന്നു. അപ്പോൾ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ എവിടത്തോട്ടായിരിക്കാം കാറ്റുകൾ വീശുന്നത്? ഉച്ചമർദ്ദ മേഖല, അതായത് വരുന്ന ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലോട്ടും അതുപോലെ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കും കാറ്റ് വീശും. ഇങ്ങനെയുള്ള ഈ കാറ്റിനെയാണ് എന്ത് പറയുന്നത്, ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന ഈ കാറ്റിനെയാണ് എന്ത് വിളിക്കുന്നതെന്ന് അറിയോ? എന്താണ് ആഗോളവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ആഗോളവാദങ്ങൾ വിളിക്കുന്നത്. ദെൻ ഇതിൽ വാണിജ്യവാദങ്ങൾ, ഇതിൽപ്പെടുന്ന വാദങ്ങളാണ് വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയ പൂർവ്വവാദം. അപ്പോൾ വാണിജ്യവാദം ഏതാണെന്ന് നോക്കുക. ഉപോഷ്ണ മേഖലയിൽ നിന്ന് എങ്ങോട്ട് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലോട്ട് വീശുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാണിജ്യവാദം. ഇപ്പോൾ 2 അർദ്ധഗോളത്തിലും, ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ അതിനെ വടക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന് വിളിക്കാം. അത് വീശുന്നത് എങ്ങനെയാണ്? വടക്ക് കിഴക്കൻ ദിശയിൽ നിന്നാണ് വീശുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ നമുക്ക് തെക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന് പറയും. അതുപോലെ കിഴക്ക് ദിശയിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. വടക്ക് കിഴക്കിനും തെക്ക് കിഴക്കിനും വാണിജ്യവാദങ്ങൾ വരുന്നത്. അപ്പോൾ എങ്ങോട്ടുള്ള കാറ്റാണ് വാണിജ്യവാദം? ഭൂമധ്യരേഖയിലോട്ടുള്ള കാറ്റാണ് വാണിജ്യവാദം. ഇനി പശ്ചിമവാദം എന്ന് പറഞ്ഞാൽ ഉപധ്രുവീയ ഭാഗത്തോട്ട് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. അത്
2 അർദ്ധഗോളത്തിലും കാണപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ധ്രുവീയ പൂർവ്വവാദം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ധ്രുവങ്ങളിൽ നിന്നും ഉപധ്രുവീയ മേഖലയിലോട്ട് വീശുന്ന കാറ്റ്. അപ്പോൾ ആഗോളവാദങ്ങളിൽ 3 തരാണ്: വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയ പൂർവ്വവാദം. വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയ പൂർവ്വവാദം. അപ്പോൾ അങ്ങനെ 3 തരം ആഗോളവാദങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അർദ്ധഗോളങ്ങളും ഉപോഷ്ണ കണ്ടിട്ടുണ്ട്. കാറ്റ് വീശുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വടക്ക് കിഴക്കിനും തെക്ക് കിഴക്കിനും 2 രീതിയിലുണ്ട്. ഇപ്പോൾ അർദ്ധഗോളങ്ങളിലും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലാണ്. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് അറിയപ്പെടുന്നു. 2 വാണിജ്യവാദങ്ങളും ഒത്തൊരുമിക്കുന്ന, അതായത് സംഗമിക്കുന്ന മേഖല, മധ്യരേഖയില് 2 വാണിജ്യവാദങ്ങളും തമ്മിൽ ഒരുമിക്കുന്ന മേഖലയാണ് ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ, ITCS, അല്ലെങ്കിൽ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നും അറിയപ്പെടുന്നു. അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് അറിയപ്പെടുന്നു. ഇനി നമുക്ക് പശ്ചിമവാദങ്ങളെ കുറിച്ച് പഠിക്കാം. പശ്ചിമവാദങ്ങൾ നമുക്കറിയാം എവിടെ നിന്നാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ട് വീശിയ കാറ്റുകളായിരുന്നു പശ്ചിമവാദങ്ങൾ. പടിഞ്ഞാറ് നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കാറ്റുകളുടെ ദിശ വന്നത് പടിഞ്ഞാറ് ഭാഗത്തു നിന്നായിരുന്നു. അതുകൊണ്ട് ഇതിനെ പശ്ചിമവാദം എന്ന് വിളിക്കുന്നു. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാണെന്ന് പറയുന്നു. അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങൾ വരാവുന്നതാണ്. എന്താണ് പശ്ചിമവാദങ്ങളുടെ ശക്തി? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരാം. എന്താണ്? ദക്ഷിണാർദ്ധഗോളത്തിലാണ് ശക്തി കൂടുതൽ എന്ന് മനസ്സിലാക്കുക. ദക്ഷിണാർദ്ധഗോളത്തിൽ ശക്തി കൂടുതലാണ്. ദക്ഷിണാർദ്ധഗോളത്തില് ശക്തിയും വേഗതയൊക്കെ കൂടാൻ കാരണം എന്താണ്? ഏറിയ പങ്കും എന്താണ്? സമുദ്രമായതിനാലാണ് കേട്ടോ. സമുദ്രമായതിനാൽ വേഗം കൂടും. നേരത്തെ നമ്മൾ പറഞ്ഞു ഘർഷണമൊക്കെ ഉണ്ടാവുന്ന എങ്ങനെയാണ്? ബുദ്ധിമുട്ടുള്ള ഏരിയ ആകുമ്പോഴാണ്. എന്നാൽ സമുദ്രം അങ്ങനെയുള്ള ഭാഗങ്ങളിലാകുമ്പോൾ എന്താണ്? അങ്ങനെയുള്ള ഘർഷണത്തിന്റെ കാരണങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് വേഗതയ്ക്ക് കുറവൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ സമുദ്രമായതിനാൽ അവിടെ എന്ത് ചെയ്യുന്നു? അതിന്റെ ശക്തി കൂടുതലാണ്, അല്ലെങ്കിൽ വേഗത കൂടുതലാണ്. അപ്പോൾ ബ്രസീലിൽ നിന്ന് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണാർദ്ധഗോളത്തെ സഹായിച്ച പശ്ചിമവാദങ്ങളായിരുന്നു. ഓക്കെ. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാലമായ സമുദ്രത്തിലെ അന്വേഷിക്കുന്ന ഈ പശ്ചിമവാദങ്ങളെ നമ്മൾ എങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്? ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങളെ റോറിംഗ് ഫോർട്ടീസ് എന്ന് വിളിക്കുന്നത്. അത് എവിടെ നിന്നാണ്? 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ ഉള്ള പശ്ചിമവാദമാണ്. 40 ഡിഗ്രിയിലുള്ള റോറിംഗ് ഫോർട്ടീസ്. ഫ്യൂരിയസ് 50s എന്ന് വിളിക്കുന്നത് 50 ഡിഗ്രി അക്ഷാംശങ്ങളിലുള്ളത്. ദെൻ ഷ്രീക്കിംഗ് 60s എന്ന 60 ഡിഗ്രിയിലുള്ളതാണ്. ഇതിൽ നാവികരാണ് ഇങ്ങനെ വിളിച്ചത്. ദെൻ ഈ പശ്ചിമവാദങ്ങൾ ഏത് അർദ്ധഗോളത്തിലാണ്? ദക്ഷിണാർദ്ധഗോളത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ധ്രുവീയ പൂർവ്വവാദങ്ങൾ അതെങ്ങനെയാണ്? ധ്രുവത്തിൽ നിന്നും ഉപധ്രുവീയ മേഖലയിലോട്ടുള്ളത് അല്ലെ. അപ്പോൾ ഹിമക്കാറ്റുകളാണ് ഈ ധ്രുവീയവാദം. കോറിയോലിസ് മഞ്ഞുതി വൈദ്യുതങ്ങൾ കിഴക്ക് നിന്നാണ് വീശുന്നത്. ഓക്കെ, ഹിമക്കാറ്റുകളാണ് ഈ ധ്രുവീയവാദങ്ങൾ. ഇവിടെ കോറിയോലിസിസ് ബലം കാരണം അതിന്റെ കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത് ഇവ. ഓക്കെ, പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടുന്നു. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നിവകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് ഈ ധ്രുവീയ പൂർവ്വവാദങ്ങളാണ്. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നിവിടങ്ങളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് ഈ കാറ്റുകളാണ്. ഇനി കാലികവാദങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്.
അപ്പോൾ കാലിക വാദങ്ങൾ നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെയാണ് നമ്മൾ കാലിക വാദങ്ങൾ എന്ന് വിളിക്കുന്നത്. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെയാണ് കാലിക വാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഋതുക്കളിലോ ദൈനംദിനം ആവർത്തിക്കുന്ന കാലിക വാദങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഉദാഹരണം നമ്മുടെ മൺസൂൺ കാറ്റുകൾ. മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ കാറ്റിന്റെ പേരിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റിന്റെ ഗതി വിപരീതമായ പ്രതിഭാസമാണ് മൺസൂൺ. ഒരു കാലയളവിനുള്ളിൽ തന്നെ കാറ്റിന്റെ ഗതി വിപരീതമാകുന്നു. ഈ ഗതിമാറ്റം കണ്ടെത്തിയത് ആരാണ്? അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ്. അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം കണ്ടെത്തിയത്. മൺസൂണിന്റെ രൂപം കൊള്ളലിന് സൂര്യന്റെ അയനം അതിന്റെ പ്രധാന ഘടകങ്ങൾ. മൺസൂണിന്റെ രൂപം കൊള്ളലിന് പിന്നിലുള്ള ഘടകങ്ങളുണ്ട്. അവയിൽ ഓരോന്നാണ്. ഒന്ന് സൂര്യന്റെ അയനം, പിന്നെ കോറിയോലിസിസ് പ്രഭാവം, താപനത്തിലെ വ്യത്യാസങ്ങൾ. ഓക്കെ, പക്ഷെ സൂര്യന്റെ അയനം നമുക്കറിയാം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭൂമിയുടെ ഓരോ ഭ്രമണത്തിന്റെ ഫലമായിട്ടും പരിക്രമണത്തിന്റെ ഫലമായിട്ടും. അപ്പോൾ കോറിയോലിസിസ് പ്രഭാവം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഭ്രമണത്തിന്റെ ഫലമായിട്ട് കാറ്റിന്റെ ദിശയ്ക്ക് മാറ്റം ഉണ്ടാവുന്നത്. ഇനി അച്ചുതണ്ടിന്റെ ചരിവ് നിമിത്തം സൂര്യരശ്മി ലംബവാസം ഭൂമിയിൽ നിന്ന് വടക്കേക്ക് ലംബമായി പതിക്കുന്നത് ഈ പ്രദേശം താപനില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. മർദ്ദമേഖലയിലും വടക്കോട്ട് നേരിയ നദി അപ്പോൾ നമുക്കറിയാം സൂര്യന്റെ പ്രകാശം ഭൂമധ്യരേഖയിൽ ലംബമായിട്ടാണ് പതിക്കുന്നത്. എന്നാൽ നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് കാരണം ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തായിരിക്കും ലംബമായിട്ട് പതിക്കുക, സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള താപനില വർദ്ധിക്കുകയും അവിടെ മർദ്ദം കുറയുകയൊക്കെ ചെയ്യും. അതായത് മർദ്ദമേഖല ഒന്ന് മാറി നിൽക്കും അല്ലേ. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖ മർദ്ദമേഖല എന്താണ് ഇന്റർട്രോപ്പിക്കൽ കർമ്മജസ് സോണ് വടക്ക് ഭാഗത്തേക്ക് ഒന്ന് നീങ്ങും. അങ്ങനെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും മധ്യരേഖ ഒക്കെ വടക്കോ എല്ലാ ഭാഗങ്ങളും വടക്കോട്ട് ചലിക്കും. അങ്ങനെ മധ്യരേഖ കടക്കുന്നതോടെ തെക്ക് കിഴക്ക് വാണിജ്യവാദങ്ങൾ കോറിയോലിസ് പ്രഭാവം മൂലം എന്തായിരുന്നു ദിശാവ്യതിയാനം സംഭവിച്ചിട്ട് അവയ്ക്ക് എന്ത് സംഭവിക്കും? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് രൂപാന്തരം പ്രാപിക്കും. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് മൂലം ഈ ലംബമായിട്ട് പതിക്കുന്ന സൂര്യരശ്മികൾ വടക്ക് ഭാഗത്ത് പതിക്കുന്നു ഭൂമധ്യരേഖയുടെ. അതിന്റെ ഫലമായിട്ട് അതിനോടനുബന്ധിച്ചുള്ള എല്ലാ മേഖലകളും ഒന്ന് വടക്ക് ഭാഗത്തോട്ട് നീങ്ങും. അപ്പോൾ ഈ വാണിജ്യവാദങ്ങൾ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? ഉത്തരാർദ്ധഗോളത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉത്തരാർദ്ധഗോളത്തിൽ എത്തിയപ്പോൾ കോറിയോലിസിസ് ഇതിന്റെ ഫലമായിട്ട് കോറിയോലിസ് പ്രഭാവത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അതിനൊരു ദിശാവ്യതിയാനം സംഭവിക്കുകയും അത് തെക്ക് പടിഞ്ഞാറും മൺസൂൺ കാറ്റായിട്ട് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യണം. അവിടെയുള്ള കാറ്റ് വാണിജ്യവാദം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. ഉയർന്ന പകൽച്ചൂട് നിമിത്തം കരയുടെ മുകളിൽ വേകുന്ന ന്യൂനമർദ്ദം നമുക്കറിയാം കാറ്റുകൾ അല്ലെ. ഉയർന്ന പകൽച്ചൂടിന്റെ കാരണം കരയുടെ മുകളിലുള്ള ന്യൂനമർദ്ദം സമുദ്രോപരിതലത്തോട് വീശുന്ന ഈ കാറ്റുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ കരയുടെ മുകളിലുള്ള കാറ്റ് നന്നായി ചൂട് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സമുദ്ര ഉപരിതലത്തിൽ വീഴുന്ന ഈ കരയുടെ മുകളിൽ ചൂട് പിടിച്ച എന്ത് ചെയ്യും? ന്യൂനമർദ്ദം രൂപം കൊള്ളും അല്ലെ. അപ്പോൾ അതിന്റെ ഫലമായിട്ട് സമുദ്രത്തിൽ നിന്ന് കാറ്റ് വീശുകയും, അപ്പോൾ ഈ സമുദ്രത്തിന്റെ മുകളിലായിരിക്കും ഏത് കാറ്റുണ്ടാവുന്നത്? നമ്മുടെ തെക്ക് കിഴക്കന് വാണിജ്യവാദങ്ങൾ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായി രൂപം കൊള്ളുന്നു പറഞ്ഞല്ലോ. ഈ കാറ്റുകളെ എങ്ങോട്ട് ആകർഷിക്കും? ന്യൂനമർദ്ദ മേഖലയായിട്ടുള്ള നമ്മുടെ കരഭാഗത്തോട്ട് ആകർഷിക്കുന്നു. ഇപ്പോൾ കടലിന് മുകളിലാണ് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ആ കടലിന്റെ മുകളിൽ നിന്നും അവിടെ ഉച്ചമർദ്ദ മേഖലയാണെങ്കിൽ അവിടെ നിന്നും എന്ത് ചെയ്യുന്നു? ന്യൂനമർദ്ദ മേഖലയായിട്ടുള്ള കരയിലേക്ക് ഈ കാറ്റ് വീശുന്നു. അങ്ങനെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഉണ്ടാകുന്നത്. ഇനി
ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേലെ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടും. അതിന്റെ ഫലമായിട്ട് ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും ഉണ്ടാവും. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? എവിടെ നിന്ന് എങ്ങോട്ടാണ് വാണിജ്യവാതങ്ങൾ ശക്തി പ്രാപിക്കുന്നത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ ശക്തി പ്രാപിക്കും. അപ്പോൾ കരയിൽ നിന്നും കടലിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് നേരത്തെ ഉത്തരാർദ്ധഗോളത്തില് കാറ്റിന്റെ ദിശ മാറി. ഇവിടെ ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും എന്ത് ചെയ്തു? കാറ്റിന്റെ ദിശയ്ക്ക് മാറ്റം വരികയും ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദ മേഖലയും ഏഷ്യൻ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദ മേഖലയും വന്നു. കാറ്റ് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നു. ഇത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റാണ്. നേരത്തെ വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുണ്ടായത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. ഇത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റാണ്. ഇങ്ങനെ ഒരേ വർഷ കാലയളവിൽ തന്നെ ദിശയ്ക്ക് മാറ്റം ഉണ്ടായി. അങ്ങനെയാണ് ദിശയ്ക്ക് വിപരീതം വന്ന മൺസൂൺ എന്ന പ്രതിഭാസം രൂപം കൊണ്ടത്. ഇനി കടൽക്കാറ്റും കടൽക്കാറ്റും നമുക്ക് നന്നായിട്ട് അറിയാം. പകൽ സമയത്ത് കര ചൂടാകുന്നു, കടല് പതുക്കെ ചൂടാകുന്നു. ഇതിന് കരയിൽ എന്തുണ്ടാവും? ന്യൂനമർദ്ദവും കടലിൽ ഉച്ചമർദ്ദവും ആയിരിക്കും. അപ്പോൾ കടലിൽ നിന്ന് കരയിലോട്ട് കാറ്റ് വീശും. അത് കടൽക്കാറ്റ്. രാത്രിയാവുമ്പോൾ കര പെട്ടെന്ന് തണുക്കുന്നു, കടൽ എന്നാൽ പതുക്കെ തണുക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ എവിടെയായിരിക്കും ന്യൂനമർദ്ദം? കടലിന് മുകളിൽ, കടൽ ജലത്തിന് മുകളിലായിരിക്കും ന്യൂനമർദ്ദം. കരയിൽ ഉച്ചമർദ്ദമാവും. അപ്പോൾ കരയിൽ നിന്നും കടലിലോട്ട് വായു പ്രവഹിക്കും. ഇതാണ് എന്ത്? കരക്കാറ്റ്. കരക്കാറ്റ് രാത്രിയിലും കടൽക്കാറ്റ് പകലുമാണ് രൂപം കൊള്ളുന്നത്. ഇനി പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും എന്താണെന്ന് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന മേഖലയാണ് പർവ്വത മേഖല എന്ന് നമുക്കറിയാം. ഇവിടെ ഏറെ ഉയർന്ന മേഖലയാണ് പർവ്വത മേഖല. താഴ്വര എന്ന് പറയുന്നത് പർവ്വതങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന നിരപ്പായ പ്രദേശം അല്ലെ. അപ്പോൾ പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു നന്നായി ചൂട് പിടിച്ചുയരുകയും അവിടെ ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? പർവ്വത ചരിവിലൂടെ ഈ ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക്, അതായത് പർവ്വത മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ട് അവിടേക്ക് താഴ്വരയിൽ നിന്നും കാറ്റ് പർവ്വത മുകളിലോട്ട് വീശുന്നുണ്ട്. ഇതാണ് താഴ്വരക്കാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ രാത്രികാലങ്ങളിലായപ്പോൾ പർവ്വത മുകളിൽ പെട്ടെന്ന് തണുത്ത് ഉച്ചമർദ്ദ മേഖലയാവുകയും താഴ്വരയുടെ ഭാഗത്ത് ന്യൂനമർദ്ദ മേഖലയായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും താഴ്വരയിലേക്ക് കാറ്റ് വീശും. അത് പർവ്വതക്കാറ്റുമാണ്. ഇനി പ്രാദേശിക വാദങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. നമ്മുടെ മറ്റു കാര്യങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ ഒരു പ്രദേശത്ത്, ഇത് നേരത്തെ പറഞ്ഞത് ആഗോള മർദ്ദ മേഖലയിലാണ് ഇതുവരെയുള്ള കാറ്റുകൾ. പശ്ചിമവാദവും വാണിജ്യവാദവും ധ്രുവീയ ഹിമക്കാറ്റുകളൊക്കെ വീശിയത് ആഗോള തലത്തിലായിരുന്നു, ആഗോള മർദ്ദ മേഖലയിലായിരുന്നു. എന്നാൽ പ്രാദേശികപരമായ ഒരു ചെറിയ പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റുകളെയാണ് പ്രാദേശിക വാദങ്ങൾ എന്ന് വിളിക്കുന്നത്. അവിടെ പ്രാദേശികമായിട്ടുള്ള മർദ്ദവ്യത്യാസം മൂലം രൂപം കൊള്ളുന്ന കാറ്റുകളാണ്. ഇപ്പോൾ ലോകത്തിന് പല ഇത്രയും പ്രാദേശിക ലൂ, മാംഗോ ഷവർ, കാൽപൈശാഖി എന്നിവയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ലൂ, മാംഗോ ഷവർ, കാൽപൈശാഖി അത് ഇന്ത്യയിലെ പ്രാദേശിക വാദങ്ങളാണ്. എന്നാൽ മറ്റു ചിലയിടങ്ങളിലുള്ള ചിനൂക്ക്, ഹർമാറ്റൻ, ഫൻ എന്നിവ നോക്കാം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരകളുടെ കിഴക്കൻ ചരിവിലൂടെ വന്ന ഉഷ്ണക്കാറ്റാണ് വടക്കേ അമേരിക്ക റോക്കി പർവ്വതനിര, അതിന്റെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ഈ കാറ്റിന്റെ ഫലമായിട്ട് റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചരിവിലെ മഞ്ഞുരുകി മാറുന്നതിനാൽ ഇതിന് മഞ്ഞുതീനി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉഷ്ണക്കാറ്റായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മഞ്ഞുരുകി മാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ മഞ്ഞുതീനി എന്ന് വിളിക്കാം. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമുദ്രങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഇത് പ്രയോജനം ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ചിനൂക്ക് ഉഷ്ണക്കാറ്റാണ്. ഒന്ന് മഞ്ഞുതീനി എന്ന പേര് മഞ്ഞുരുകുന്നത് കൊണ്ട്, മറ്റൊന്ന് കനേഡിയൻ സമുദ്രത്തിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ് എന്നത്. ഇനി മറ്റൊരു കാറ്റാണ് ഫൻ. ഇത് ആൽപ്സ് പർവ്വതനിരയിൽ കാണപ്പെടുന്നു. താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിൽ ഭാഗത്ത് നിന്ന് തണുപ്പിന് കാഠിന്യം കുറയാൻ കാരണമാകുന്നു. ആൽപ്സ് പർവ്വതനിരയിലാണ് ഫൻ കാണുന്നത്.
സഹാറ ഭൂമിയിൽ നിന്നും വടക്കൻ പടിഞ്ഞാറ് ആഫ്രിക്കയിലോട്ടാണ് ഹർമാറ്റൻ. അസുഖകരമായ കാലാവസ്ഥ നിൽക്കുന്ന പടിഞ്ഞാറ് ആഫ്രിക്കയിൽ ഈ കാറ്റ് എന്ത് ചെയ്യുന്നു? കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടർ എന്നാണ് ഈ ഹർമാറ്റൻ കാറ്റിന് വിളിക്കുന്നത്. എവിടത്തെ? ആഫ്രിക്കയിലെ കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നു. ഉത്തരേന്ത്യൻ സമതലത്തിലെ ഉഷ്ണക്കാറ്റാണ് ലു. വടക്കേ അമേരിക്കയിലെ ഉഷ്ണക്കാറ്റ് ചിനൂക്ക. ദെൻ ഉത്തരേന്ത്യൻ ഉഷ്ണക്കാറ്റാണ് ലു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നാണ് വീശുന്നത്. വേനലിന്റെ തീക്ഷ്ണത വർദ്ധിക്കാൻ കാരണമാകുന്നു. ഉത്സവകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക കാലത്താണ് മാംഗോ ഷവർ. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നതിനവയ്ക്ക് മാംഗോ ഷവേഴ്സ് എന്ന് വിളിക്കുന്നു. മാങ്ങ പഴുക്കാനും പൊഴിയാനും കാരണമാകുന്നു. ഉഷ്ണക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്നു. അതുകൊണ്ടാണ് മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത്.